മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിര, വേദങ്ങളാണ് പരമപ്രമാണങ്ങൾ. അവയുടെ പരമസിദ്ധാന്തം എന്താണെന്നോ അതിനെ എങ്ങനെ പ്രായോഗികമാക്കി തീർക്കാമെന്നോ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. 4 വേദങ്ങൾ, ഉപവേദങ്ങൾ, ശാസ്ത്രങ്ങൾ, സ്മൃതികൾ, ഇവയിൽ ഓരോന്നിനെയും ഓരോ ഋഷികളാണ് കൽപ്പാരംഭത്തിൽ പ്രചരിപ്പിച്ചു വരുന്നത്. അവരുടെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയിൽ കൂടിയാണ് അവയ്ക്ക് പ്രചാരം കിട്ടിയത്. എന്നാലും പിൽക്കാലത്ത് വേദങ്ങളുടെ അദ്വൈതാനുഭൂതിയാകുന്ന പരമസിദ്ധാന്തത്തെയോ അതിനെ സാധിക്കാനുള്ള ധർമാനുഷ്ഠാനങ്ങളെയോ ശരിയായി അറിയുന്നവർ വളരെ കുറവായിത്തീർന്നു. പ്രജ്ഞാദോഷമാണ് അതിന് മുഖ്യ ഹേതു. ബുദ്ധിയുടെ മാലിന്യം നീങ്ങിയാൽ മാത്രമേ അറിയേണ്ടതിനെ അറിയാൻ കഴിയൂ. ധാരാളം സൽക്കർമ്മങ്ങളെ ചെയ്തും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നിശേഷം നിവർത്തിച്ചും സകല ചരാചരങ്ങളുടെയും അന്തര്യാമിയും പരമപുരുഷനുമായ ശ്രീനാരായണനിൽ നിഷ്കളങ്കമായ ഭക്തി വളർത്തിയും ഇന്ദ്രിയ വിഷയങ്ങളിൽ വൈരാഗ്യത്തെ ഉത്തേജിപ്പിച്ചും കഴിയുന്ന ഒരാൾക്ക് കാലം കൊണ്ട് ബുദ്ധിപ്രസാദമുണ്ടാകും. ബുദ്ധി പ്രസന്നമായി തീരുമ്പോൾ തത്വങ്ങളെ അറിയാൻ തുടങ്ങും. എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും രജോഗുണം വികസിക്കാൻ ഇടവന്നാൽ പിന്നെയും ബുദ്ധിയിൽ മാലിന്യങ്ങൾ നിറയും. കാമക്രോധങ്ങളെ വളർത്തി ജീവനെ എപ്പോഴും സംസാര ദുഃഖങ്ങളിൽ തന്നെ മുഴുകിക്കുന്ന പ്രബലമായൊരു ശക്തിയാണ് രജോഗുണം. എങ്ങനെയെങ്കിലും അതിനെ അടക്കാൻ കഴിയുക തന്നെ വേണം. രജസ് വികസിച്ചാൽ താമസമില്ല, സ്ത്രീകളിൽ ആഗ്രഹം വളരാൻ തുടങ്ങും. സ്ത്രീകൾക്ക് വശകനായി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിൽ അവന് പറയത്തക്ക ശ്രേയസ്സൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരാളുടെ ബുദ്ധി എപ്പോഴും സംസാരത്തിൽ തന്നെ വ്യവഹാര സ്വരൂപേണ വർത്തിക്കുകയല്ലാതെ ഒരിക്കലും വിഷയധർമ്മങ്ങളെ വിട്ട് ശുദ്ധിയെ പ്രാപിക്കുന്നില്ല. അതിൻ്റെ ഫലമായി പല ക്ലേശങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി മരിച്ചാൽ പിന്നെയും കർമ്മപ്രചോദനത്തിനനുസരിച്ച് ഏതെങ്കിലും രൂപത്തിൽ ജനിക്കേണ്ടി വരുന്നു. മറ്റെല്ലാ പ്രതിബന്ധങ്ങളെക്കാളും ശക്തിയേറിയ ഒരു പ്രതിബന്ധമാണ് സ്ത്രീ സംസർഗം. പ്രായേണ സ്ത്രീകൾ ക്ഷേത്രസ്വരൂപിണികളും പുരുഷൻ ക്ഷേത്രജ്ഞസ്വരൂപനുമാണ്. പക്ഷേ സ്ത്രീ സംസർഗം കൊണ്ട് ക്രമേണ പുരുഷനും ക്ഷേത്രസ്വരൂപനായി തീരും. ആ സ്ഥിതിയിൽ സംസാരധർമ്മങ്ങൾ വളരുന്നതല്ലാതെ ക്ഷയിക്കലില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ തീവ്രമായ വൈരാഗ്യവും ദൃഢമായ ബ്രഹ്മചര്യവും അവശ്യമുണ്ടാകുക തന്നെ വേണം. മനുഷ്യ ശരീരത്തെ പൊതുവേയും സ്ത്രീ ശരീരത്തെ പ്രത്യേകമായും നിരൂപിക്കുന്ന ഒരാൾക്ക് ശരീരപ്രേമത്തിൽ വെറുപ്പുണ്ടാകുകയും ക്രമേണ ബ്രഹ്മചര്യ നിഷ്ഠയിൽ ദൃഢത കിട്ടുകയും ചെയ്യും. ദാമ്പത്യ ഇച്ഛയാണ് മനുഷ്യനെ സംസാരത്തിൽ നിന്ന് കയറാൻ സമ്മതിക്കാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രബലമായ ശത്രു. രജോ ഗുണത്തിന്റെ വികാസത്തോടു കൂടിയാണ് അതുണ്ടാവുകയും വളരുകയും ചെയ്യുന്നത്. സാത്വികങ്ങളായ ധർമാചരണങ്ങളെ കൊണ്ട് സത്വഗുണത്തെ വളർത്തണം. സത്വഗുണം വളരുമ്പോൾ രജോ ഗുണം ക്ഷയിക്കുകയും ചിത്തം കാമാസക്തമല്ലാതായി തീരുകയും ചെയ്യും. ഏതു നിലയ്ക്കും ബുദ്ധിക്ക് വിഷയസ്പർശമില്ലാത്ത പരിശുദ്ധി കിട്ടണം. എങ്കിലേ തത്വങ്ങളെ അറിയാൻ കഴിയൂ. അറിവാണ് പ്രധാനം. അറിവില്ലാത്തവൻ അന്ധനാണ്. അന്ധനായ ഒരാൾ സ്വയം നടക്കുമ്പോൾ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ അറിവില്ലാത്തവന് ജീവിതമാർഗത്തിലും പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അതിനാൽ എത്ര സാഹസപ്പെട്ടും ശരിയായ തത്വബോധത്തെ സമ്പാദിക്കേണ്ടത് അത്യാവശ്യമാണ്. ജനങ്ങളിൽ അധികം പേരും വിഷയാനുഭവങ്ങളിൽ ആസക്തന്മാരാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങളും ക്ലേശങ്ങളും വിഷയസമ്പാദനത്തിലും സംരക്ഷണത്തിലും നാശത്തിലും അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും അവർക്ക് പിന്നെയും വിഷയാനുഭവങ്ങളോടാണ് പ്രീതി. അതേസമയത്ത് വിഷയനിവൃത്തന്മാരായി സുഖികളായി കഴിയുന്നു വിവേകികൾ. സുഖസമാധാനങ്ങളും സംതൃപ്തിയുമാണ് എല്ലാവർക്കും ആവശ്യം. വിഷയനിവൃത്തി കൊണ്ടാണ് സുഖസമാധാനങ്ങൾ ഉണ്ടാകുന്നത് എന്നറിഞ്ഞാലും ആ നിലയിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർ ചുരുങ്ങും. അതാണ് ലോക സ്വഭാവം. എന്നാൽ വിവേകികളെപ്പോഴും വിഷയനിവൃത്തന്മാരും സുഖികളുമായിരിക്കും. അതുപോലെ പുണ്യപാപങ്ങളെ സംബന്ധിച്ചും അധികം പേരും ശ്രദ്ധിക്കാറില്ല. നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്ന് എല്ലാവർക്കും മോഹമുണ്ട്. പക്ഷേ സൽക്കർമ്മങ്ങളുടെ ഫലമാണ് നല്ല അനുഭവങ്ങൾ. സൽക്കർമ്മങ്ങളെ ആചരിക്കുകയും
ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കുകയും ചെയ്യുന്നവർക്കേ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ വഴിയുള്ളൂ. പുണ്യപാപങ്ങളിൽ ശ്രദ്ധിക്കാത്തവർക്ക് അതെങ്ങനെ സാധിക്കും? സാധിക്കില്ലെന്ന് തന്നെ പറയണം. തൻ്റെ പാപകർമ്മങ്ങളെ കൊണ്ടാണ് അനിഷ്ടാനുഭവങ്ങൾ വന്നു ചേരുന്നതെന്ന് അറിഞ്ഞിട്ട് പിന്നെയും അങ്ങനെയുള്ള ദുരിതങ്ങളെ തന്നെ ചെയ്യുകയും അതിൻ്റെ ഫലമായി അനിഷ്ടാനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ വിലപിക്കുകയും ചെയ്യുന്നതാണ് ലോക സ്വഭാവം. യുധിഷ്ഠിര, പുണ്യപാപങ്ങളെ തിരിച്ചറിഞ്ഞ് ദുരിതകർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അനുഭവങ്ങൾ നന്നാവുകയും മനസ്സിന് സമാധാനമുണ്ടാകുകയും ചെയ്യാൻ പോകുന്നുള്ളൂ. സത്യം, അഹിംസ, ജീവകാരുണ്യം, ശമം, ദമം തുടങ്ങിയ സാത്വിക ധർമ്മങ്ങളെ ആചരിക്കുകയും വിപരീതങ്ങളായ രാജസ താമസ വൃത്തികളിൽ നിന്ന് അകലുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കാലം കൊണ്ടെങ്കിലും ചിത്തശുദ്ധിയും വിഷയനിവൃത്തിയും തത്വബോധവുമെല്ലാം കൈവരാൻ പോകുന്നുള്ളൂ. ബ്രഹ്മചര്യത്തെ ശരിക്കു പാലിക്കുന്നവർ മിക്കവാറും ഉറക്കത്തിൽ നിന്ന് നിവൃത്തനാവണം. എന്തുകൊണ്ടെന്നാൽ സ്വപ്ന സുഷുപ്തികളിൽ മനസ്സ് രജതമസുകളെ കൊണ്ട് നിറയുന്നു. രാജസമാണ് സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിൽ സ്വതവേ ഉള്ളതായ ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തെ പ്രാപിച്ച പോലെയാണ് പലതിനെയും അനുഭവിക്കുന്നത്. സംസ്കാരവും മറ്റൊരു സ്വരൂപത്തിലായിത്തീരുന്നു സ്വപ്നാവസ്ഥയിൽ. നിരന്തരമായ ബ്രഹ്മോപാസനം കൊണ്ട് മാത്രമേ ബ്രഹ്മചര്യത്തെ നിലനിർത്താൻ സാധിക്കൂ. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് നിദ്ര തടസ്സമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സത്വാദി 3 ഗുണങ്ങളും ജീവനെ ആവരണം ചെയ്തിരിക്കുന്നു. തമസിൽ രജസ്സും രജസിൽ സത്വവും എന്ന നിലയിലാണ് നിലനിൽക്കുന്നത്. അവയിൽ സത്വത്തെ വിട്ട് അന്യഗുണങ്ങളുമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ ജീവന് ജ്ഞാനവൈരാഗ്യങ്ങളും ഭക്തിയുമെല്ലാം ഉണ്ടാകും. എന്നാൽ അന്യഗുണങ്ങളുടെ സ്പർശമുണ്ടാകുമ്പോൾ സാത്വിക ധർമ്മങ്ങൾക്കൊക്കെ മാന്ദ്യമുണ്ടാകും. എല്ലായിടത്തും എപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ തന്നിലടക്കി ഏതൊരു വിഷയത്തെയും സ്മരിക്കാതിരിക്കലാകുന്ന പ്രത്യാഹാരത്തെയെങ്കിലും പാലിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ക്രമേണ ആത്മദർശനം സാധിക്കും. അമൃതത്തെയും മൃത്യുവിനെയും നിവൃത്തിയെയും പ്രവൃത്തിയെയും തിരിച്ചറിയാത്തവൻ എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ജ്ഞാനിയോ മുക്തനോ ആകുന്നില്ല എന്നുള്ളതാണ് അഭിജ്ഞന്മാരുടെ സിദ്ധാന്തം. എല്ലാ കരണങ്ങളിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൃത്തിപ്രവാഹത്തിൽ തന്മയീഭാവത്തോടുകൂടി മുഴുകൽ തന്നെയാണ് പ്രവൃത്തി. പ്രവൃത്തകന്റെ എല്ലാ കരണങ്ങളും എപ്പോഴും പ്രക്ഷുബ്ധങ്ങളും കർമ്മപ്രസക്തങ്ങളുമായിരിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മിക്കപ്പോഴും സുഖദുഃഖങ്ങൾക്കും പുണ്യപാപങ്ങൾക്കും വിധേയനായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ജീവിതം തന്നെയാണ് ഒരു പ്രകാരത്തിൽ മൃത്യുവെന്ന് പറയണം. നിവൃത്തനായിരിക്കുന്ന ഒരാളുടെ ബാഹ്യാഭ്യന്തര കരണങ്ങൾ മിക്കവാറും അടങ്ങി പ്രശാന്തങ്ങളായിരിക്കും. വൃത്തികളുടെയോ വികാരങ്ങളുടെയോ പീഡ മിക്കപ്പോഴും അയാൾക്കുണ്ടാവില്ല. പുണ്യപാപങ്ങളുടെയോ സുഖദുഃഖങ്ങളുടെയോ രാഗദ്വേഷങ്ങളുടെയോ ബാധ ഒരിക്കലും അയാൾക്കുണ്ടാകില്ല. ഒന്നിലും പറയത്തക്ക ഭേദഭാവമില്ലാത്ത സൗമ്യാവസ്ഥയിലായിരിക്കും പ്രായേണ നിവൃത്തന്റെ ജീവിതം. ഇങ്ങനെയുള്ള നിവൃത്ത ജീവിതം തന്നെയാണ് അമൃതാനുഭൂതിക്ക് കാരണമെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ നിവൃത്തനും സന്തുഷ്ടനുമായ ഒരാളുടെ കരണങ്ങളടങ്ങി പ്രശാന്തമായ ഭാവം കൊണ്ട് ശുദ്ധയായി തീർന്ന പ്രജ്ഞ സുഖമായി ആത്മാവിനഭിമുഖമായി ഉപാസിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഫലമായി അവിചാരേണ ആത്മയോഗം സാധിക്കുകയും ചെയ്യും. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.